പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി 2-ാം തീയതി എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കുക. എന്നതിന് അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് വരാം. കർത്താവേ, അങ്ങയുടെ മക്കളെ ഈ സമയത്ത് ഈ ദിവസം തന്നതിന് ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ കൃപാസ്ഥാനത്താറെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ അടിസ്ഥാനത്തിലും അധികാരത്തിലും ആധാരത്തിലും കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബാധിക്കുന്ന എല്ലാ ആശങ്കകളും, നിന്നെ ഇന്ന് ബാധിക്കുന്ന എല്ലാ രോഗപീഠകളും, നിന്നെ ഇന്ന് ബാധിക്കുന്ന മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള എല്ലാ ആദിഭീതികളും ഹൃദയഭാരങ്ങളും യേശുക്രിസ്തു നാമത്തിൽ ഈ പ്രഭാതത്തിൽ വിട്ടുമാറട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവെ, ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളുടെ മക്കളെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. പ്രാർത്ഥിക്കാൻ ആരും പറയാതെ പ്രചോദിപ്പിക്കാതെ സമ്മർദ്ദം ചെലുത്താതെ കർത്താവെ, സ്വതസിദ്ധമായിട്ട് അനിയന്ത്രിതമായിട്ട് കർത്താവെ
പ്രാർത്ഥിക്കുവാൻ അങ്ങനെ മക്കളെ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സന്തോഷം തോന്നുന്ന കർത്താവേ, പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പ്രത്യാശ തോന്നുന്ന കർത്താവേ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവസ്നേഹം അവിടെ ഹൃദയത്തിൽ പൂത്തുലയാൻ വേണ്ടി മാത്രം പ്രാർത്ഥന വരപ്രസാദത്താൽ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിനക്ക് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഒരു സന്ധിപ്പ് കിട്ടണില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവവേദരെ നീ മനസ്സിടരുത്. കാര്യം നിനക്ക് ദൈവം അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം, നിന്നോട് കൃതജ്ഞത അർപ്പിക്കാൻ വേണ്ടി മാത്രം ദൈവം ഒരു സമയം മണിക്കൂർ എണ്ണി വെച്ചിട്ടുണ്ട്. ദൈവത്തെ അവിശ്വസിക്കരുത്, ദൈവത്തെ അവഗണിക്കുകയും ചെയ്യരുത്, ദൈവത്തെ ഒരിക്കലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അത് ന്യൂനീകരിച്ച് കൊണ്ട് ദൈവത്തെക്കുറിച്ചൊരു കണക്കെടുപ്പ് നടത്തരുത്. മറിച്ച് എൻ്റെ കർത്താവ് നീ ധൈര്യമുള്ളവരായിരിക്കണം, ആത്മധൈര്യമുള്ള ഒരു വ്യക്തിയായിരിക്കണം. കാര്യം എൻ്റെ കർത്താവ് എപ്പോഴായാലും ഏത് മണിക്കൂറായി എന്നെ സംരക്ഷിക്കും, അവൻ്റെ നിർമ്മലനെ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നുള്ള ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്നെയും കർത്താവിനെ അഴിയാൻ അനുവദിക്കത്തില്ല. നിൻ്റെ അഴിച്ചിലുകളെല്ലാം കർത്താവ് പുനരുദ്ധരിക്കുകയും കർത്താവിൻ്റെ വചനങ്ങളിലുണ്ട് നിന്നെ ഞാൻ പുനരുദ്ധരിക്കുമെന്ന്. അത് ജെറമിയായിലും പ്രവാചകന്മാരുടെ പ്രഖ്യാപിതമായ വാഗ്ദാനങ്ങളുള്ളതാണ്. നിൻ്റെ ഐശ്വര്യത്തെ ഞാൻ പുനഃസ്ഥാപിക്കുന്നു. ഹഗ്ഗായിലും പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഐശ്വര്യത്തെ ഞാൻ പുനഃസ്ഥാപിക്കുമെന്ന്. അതുകൊണ്ട് നിനക്ക് ദൈവം ഒരു ദിവസം കുറിച്ചിട്ടുണ്ട്, ആ ദിവസം നിന്നെ പുനരുദ്ധരിക്കും. അതുവരെ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ പ്രത്യാശത്തിൽ കാത്തിരിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ ദുരന്തമുണ്ടാകാൻ പോകുന്നു. പ്രാർത്ഥിക്കണമെന്ന് ജാഗ്രത നൽകിയ പരിശുദ്ധമ്മ ആ പ്രത്യക്ഷഗണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് മുന്നേറുന്ന നിനക്ക് വേണ്ടി കുറിച്ചിരിക്കേണ്ട ദിവസം എത്രയും വേഗം ചുരുക്കപ്പെടാൻ വേണ്ടി അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ കർത്താവിനുതമായ നാമത്തിൽ ഭാരങ്ങൾ മാറിപ്പോട്ടെ, എൻ്റെ കർത്താവിനുതമായ നാമത്തിൽ ക്ലേശങ്ങൾ നീങ്ങിപ്പോട്ടെ, എൻ്റെ കർത്താവിനുതമായ നാമത്തിൽ ഇന്നത്തെ നിൻ്റെ യാത്രയിൽ നിൻ്റെ കൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ എല്ലാ വിശുദ്ധന്മാരും അകമ്പടി സേവിക്കുകയും നിന്നെ കർത്താവ് സഹായിക്കുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവെ, തിരികെ ഇന്ന് രാത്രി തിരിച്ചും കൂടണയുമ്പോൾ നിൻ്റെ സാന്നിധ്യത്തിൽ ആഹ്ലാദിക്കാൻ അങ്ങയുടെ മക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് സന്ദേശത്തേക്ക് വരാം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ധ്യാനിപ്പിച്ചപ്പോഴേ പെട്ടെന്ന് ഞാൻ അൾത്താര എന്നുകൊണ്ട് ആൾക്കാരോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഇപ്പോൾ ചില സമയത്ത് നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോകുവേ. ജീവിതം കയ്യിൽ നിന്ന് പോകുന്ന വെച്ചാൽ നമ്മൾ ഒത്തിരി അവലംബിച്ചും പ്രാർത്ഥിച്ചും. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ ഒരു സംഭവം ഉണ്ടായി. സാക്ഷ്യത്തിലൂടെ ഞാൻ അൾത്താര നിൽക്കുമ്പോൾ കേൾക്കണമല്ല. അപ്പോൾ അതിലത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതേ, ചില ആൾക്കാരിങ്ങനെ വളരെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ജയിക്കും, ഈ പ്രാവശ്യം വസ്തു വിറ്റുപോകും, ഈ പ്രാവശ്യം കടങ്ങൾ പരിഹരിക്കും, ജപ്തി നീങ്ങിപ്പോകും, അതിനുള്ള കെട്ട് ഞാൻ കെട്ടിയിട്ടുണ്ട്, ദൈവം എന്നെ ഇപ്പോൾ സഹായിക്കുന്നുണ്ട്, അപ്പം ഞാൻ വളരെ കൂളായിട്ടിരിക്കും, അത് കുഴപ്പമില്ല, കൈകാര്യം ചെയ്യാം എന്ന് പറയും. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് നമ്മൾ ആശ്രയം വെച്ച കാര്യം കൈവിട്ടു പോകും, ഒന്നും നടക്കത്തില്ല. ചിലപ്പോൾ ഒത്തുവെച്ച കല്യാണമായിരിക്കും പോണത്. ചിലപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവരാണെങ്കിൽ നമ്മൾ വിൽക്കാമെന്ന് പറഞ്ഞ സ്ഥലമായിരിക്കും, നല്ല ലാഭം കിട്ടുന്ന ബിസിനസ്സായിരുന്നു, പക്ഷേ അവസാന നിമിഷം അത് കൈവിട്ടു പോകും. ഇപ്പോഴ് കേസ് തന്നെ നമ്മുടെ വക്കീൽ നമ്മൾ പറയും കൃത്യമായിട്ട് നമ്മൾ ഇത് ജയിക്കും എന്ന് പറയും. പക്ഷേ എന്തോ ഒരു പോയിന്റിന് നമുക്ക് ആ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പം നിങ്ങളെന്ത് ചെയ്യും? ഇങ്ങനെ കയ്യിൽ നിന്ന് അപ്രതീക്ഷിതമായ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ത് ചെയ്യും? കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തലക്ക് കയ്യും കൊടുത്ത് താഴെ ഇരിക്കും. എന്തുമാത്രം ഞാൻ പ്രാർത്ഥിച്ചതാണോ, എന്തുമാത്രം ഞാൻ തിരികെത്തിച്ചതാണോ. ചില പറയും ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ ഇനി ഒരു പ്രാർത്ഥനയ്ക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങളിങ്ങനെ വർത്തമാനമൊന്നും പറയരുത് കേട്ടോ. വിവരമില്ലാത്ത കൊണ്ടും വികാരജീവി ആയതുകൊണ്ടുമാണ് അങ്ങനെയൊക്കെ പറയണമെന്ന് ദൈവത്തിന് അറിയാം. ദൈവം നിങ്ങൾ ക്ഷമിക്കട്ടെ. പക്ഷെ അതല്ല പ്രശ്നം. അതായത് ഇങ്ങനെയുള്ള സാധനങ്ങളെ സംഭവിക്കുമ്പോൾ ഓർക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മെരിറ്റ് പോയെന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ. പിടിയിട്ടില്ലേ? അപ്പം നമ്മുടെ കൈപ്പിടിയിൽ നമ്മുടെ കൺട്രോളിൽ നിന്ന് കയ്യിൽ എത്തിപ്പിടിക്കാൻ പറ്റിയ സാധനം കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പോൾ അത് പരീക്ഷയാകാം, ചിലപ്പോൾ ജോലി ആകാം, ചിലപ്പോൾ പ്രൊമോഷനാകാം, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരമാകാം, സമ്മാനമാകാം, ചിലപ്പോൾ ഒരു 1/2 പോയിൻ്റൊക്കെ വിട്ടുപോകും.
അപ്പം അതിൻ്റെ അർത്ഥം എന്തതിൻ്റെ അർത്ഥം വെച്ചാൽ, അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാം പോയി എന്നും പറഞ്ഞ് നിങ്ങൾ ജീവിതം തീർന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിവരമില്ലാത്ത മനുഷ്യരെ പോലെ തലയും കൈ കൊടുത്തിട്ട് ഇനി ഞാൻ പ്രാർത്ഥിക്കലെന്ന് പറയരുത്. അത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ 9 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ദൈവം എഴുതി വെക്കണത് എന്ന് വെച്ചാൽ നീ ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല അത് പറയണത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ മനസ്സിലൊക്കെ അത് നീ പരിശുദ്ധാത്മ വേണം എന്ന് ഈശോ പറയുന്ന കാര്യം നിന്നെ സഹായിക്കാനുണ്ട്. ആൾക്കാരെ സഹായിക്കാനില്ലാത്തപ്പോഴാണ് ഇതുപോലെയൊക്കെയുള്ള വെട്ടിവർത്താനൊക്കെ പറയണത്. അപ്പോൾ പരിശുദ്ധാത്മാവ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നീ പശ്ചാത്താപിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് കിട്ടാനുള്ള ആദ്യ വഴി എന്ന പശ്ചാത്താപമല്ലേ. നടപടി 2:37 എന്താ പറയണത്? നിങ്ങൾ പശ്ചാത്തപിക്കുക. പരിശുദ്ധാത്മാവ് സഹായം കിട്ടണില്ല, വിടുവർത്താനം പറഞ്ഞു പോയെന്ന് നമുക്ക് ഉടനെ വേണ്ട പരിശുദ്ധാത്മാവിനാണ് സഹായകൻ. ഈ യോഹന്നാൻ്റെ സുവിശേഷം 15:26 ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുക. അപ്പോൾ പരിശുദ്ധാത്മാവിനെ യോഹന്നാൻ 15:26 സഹായൻ എന്നാണ് വിളിക്കണത്. ഈ സഹായകൻ ഉണ്ടെങ്കിൽ നീ ദൈവത്തെ അപ്പം തന്നെ ഞാൻ ഇനി പ്രാർത്ഥിക്കണില്ലെന്നൊന്നും പറയത്തില്ല. ഞാൻ ഇനി പ്രാർത്ഥിക്കണില്ല, ഞാൻ എല്ലാ ദൈവങ്ങളെ വിളിച്ചെന്നൊക്കെ പറയണത് സഹായകൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിന് സഹായനെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? അത് 2:38 വർക്ക് ചെയ്താൽ മതി. എന്താണ് നടപടി പുസ്തകം എന്താണ് പറയണത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചന യേശുക്രിസ്തു നാമം സ്നാനം വിളിക്കുവിൻ. ഇപ്പം നിങ്ങൾ ഏറ്റിരിക്കുന്ന ഈ സഹനമില്ലേ, സഹനം, അത് യേശുക്രിസ്തു നാമത്തിലാക്കി കഴിഞ്ഞാൽ അത് സ്നാനമായി മാറും. അതുകൊണ്ടാണല്ല 12:50 പറയണില്ലേ, എനിക്കൊരു ജ്ഞാനസ്ഥാനം മുങ്ങുവാനുണ്ടെന്ന് പറയുമ്പോൾ കർത്താവ് പീഡാസഹനങ്ങൾ ജ്ഞാനസ്ഥാനം എന്നാണ് വിളിക്കണത്. അപ്പോൾ നമുക്കൊരു സഹന സഹായം വന്നാൽ അത് യേശുക്രിസ്തു നാമത്തിൽ ഞാൻ സഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ എൻ്റെ ബിസിനസ് തകർന്നു പോയി, നമുക്ക് തരാമെന്ന് പറഞ്ഞ ആൾക്കാർ, ഇന്ന് തരാമെന്ന് പറഞ്ഞ ആൾക്കാർ അയ്യോ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അപ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഉടനെ ചിലർ സ്മോൾ അടിക്കും, ചില ആൾക്കാർ തല ഭിത്തിയിട്ട് അടിക്കും. അങ്ങനെയൊക്കെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. സഹായകനെ വേണം ഈ സമയത്ത്. അതാ 15:26 പറയണത്. സഹായകൻ വരുമ്പോൾ എന്ത് പറ്റും? സഹായകൻ നമ്മുടെ കാര്യം പറയും. എന്താണ് എൻ്റെ സഹായം ഇല്ലാത്തതിൻ്റെ കാര്യം എന്താണ്? പശ്ചാത്താപം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിൽക്കും. എല്ലാവരും പരിശുദ്ധാത്മാവ് ഉണ്ടേ, അവർക്കതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ലാത്ത മാത്രമേ കുഴപ്പമുള്ളൂ. ഇത് ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊടുന്നനെ ഉണ്ടാകുന്ന ആകസ്മികമായിട്ടുണ്ടാകുന്ന തകർച്ചകൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് എതിരായിട്ട് ഒരു കാര്യം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം ചീട്ട് കൊട്ടാരം പോലെ ഇങ്ങനെ നിബന്ധിക്കുമ്പോൾ നിങ്ങൾ പതറരുത്. എന്താ കാര്യം എന്നറിയാവോ? അത് ഇത്രേ അർത്ഥമാക്കുന്നുള്ളൂ, യു ലോസ്റ്റ് യുവർ മെറിറ്റ്. നിങ്ങളുടെ യോഗ്യത, കപ്പാസിറ്റി, എബിലിറ്റി ഇല്ലേ, ആ കഴിവ് തീർന്നു എന്നേ ഉള്ളൂ. പക്ഷെ കഴിവ് തീർന്നതിൻ്റെ അർത്ഥം എന്താണ്? അടുത്തെന്താണ്? കൃപ പ്രവർത്തിക്കും. അതായത് ഒരു സംഭവം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടക്കാതെ നേരെ എതിര് സംഭവിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയെന്നേ ഉള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അതെന്താണ്? കൃപ. അതുകൊണ്ടാണ് എഫേസ്യൻസ് പറയണത്, എഫേസ്യൻസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ്. അതാണ്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, അത് നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ ദാനമാണ്. നേടിയെടുക്കാത്തത് നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് അത്? ദൈവത്തിന്റെ ദാനം. അപ്പം നേടിയതുണ്ട്, പിന്നെ നേടിയെടുക്കാൻ പറ്റാത്തതുണ്ട്. ഇപ്പം ഇതിപ്പോൾ നേട്ടം വരുമ്പോൾ നമ്മൾക്ക് കോട്ടമാണെന്ന് പറയും. നേട്ടം ഇല്ലെങ്കിൽ പിന്നെ കോട്ടമാണെന്ന് പറയരുത്. പിന്നെ എന്താ ഉള്ളത്? ദാനമാണെന്നാണ് പറയണത്. അപ്പോൾ ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കർത്താവിന് വേറെ പദ്ധതിയുണ്ട്. അത് നമ്മുടെ കഴിവോ ബുദ്ധിയോ പരീക്ഷയോ വിജയമോ ആരോഗ്യമോ എക്സ്പീരിയൻസോ കൊണ്ടല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ട്. ഈ ഉടമ്പടി മുഴുവൻ നിലനിൽക്കണം അങ്ങനെയല്ലേ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സക്കറിയ എന്താ പറയണത്? 4:6 അവൻ എന്നോട് പറഞ്ഞു കർത്താവ് സെറുബ്ബാബേലിനോട് അരുളി ചെയ്തു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എന്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ ആത്മാവിലാണെന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോഴ് സൈന്യബലത്താൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്, കരബലത്താൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത് രണ്ടുമില്ലെങ്കിൽ കാര്യം നടക്കത്തില്ലെന്നല്ലേ അർത്ഥം. കാര്യം നടക്കണ കർത്താവിൻ്റെ കരത്തിൻ്റെ കൃപയിലാണെന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു കാര്യം നിൻ്റെ യോഗ്യത കൊണ്ട് നടന്നില്ലെങ്കിൽ അതിനർത്ഥം നടക്കുകയില്ലെന്നല്ല, മറിച്ച് കർത്താവിൻ്റെ കരം കൊണ്ട് നടക്കുമെന്നാണ്.
അപ്പം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിച്ച് കൃപ കൊണ്ട് ആ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തതയും സത്യസന്ധതയും പാലിക്കേണ്ടത്. പല ആൾക്കാർക്കും ഉടമ്പടിയിൽ വരുന്നത് ആ ഉടമ്പടി എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം വിശ്വസ്തതയെന്നല്ലേ പറയണത്. ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. അത് മാത്രം ചെയ്താൽ പോരാ. 5:46 അനുസരിച്ചുകൊണ്ട് 46 സുവിശേഷത്തിലെ അതിനൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യണം. എന്നുവെച്ചാൽ വിശേഷ വിദ്യയായി ചെയ്യണം. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് തോന്നും നീ ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നും. പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. എനിക്ക് പറയാനുള്ളത് എന്താ അറിയാമോ, എന്തെങ്കിലും ഒരു തകർച്ച വരുമ്പോൾ നീ ഒരു പേപ്പർ എടുക്കണം. എന്നിട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, എൻ്റെ യോഗ്യതയാലല്ല കർത്താവിൻ്റെ കൃപ കൊണ്ട് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് നീ എപ്പോഴും വ്യാപരിക്കണ സ്ഥലത്ത് ഒട്ടിച്ചു വെക്കണം. എന്താ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണം, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഉടമ്പടി ജീവിതം. താങ്ക് യു. അതിജീവന മന്ത്രമാണേ.